വാനം ചിരിക്കുകയാണ്, ഭൂമി കരയുകയും. ഭാഗി, ഞാൻ കണ്ടില്ല. വേലിക്കപ്പുറത്ത് മറഞ്ഞു നിന്നാൽ എങ്ങനെ കാണാനാ? മറഞ്ഞു നിന്നാൽ ഭാഗ്യക്കും എനിക്കുമിടയിൽ ഈ നാശം പിടിച്ച വേലി ഉണ്ടായി എന്ന സത്യമാണ്. എന്താ ഇത്ര നേരത്തെ? തിരുവാതിര കുളിക്കാനാ? പുഴക്കടവിൽ നിന്ന് തുടിയും പാട്ടും കേട്ടപ്പോൾ ഉണർന്നു. പിന്നെ ഉറക്കം വന്നില്ല. ഇവിടെ നിന്ന് പുഴക്കരയിൽ തീ കായുന്ന കുട്ടികളെ നോക്കി അസൂയപ്പെടുകയായിരുന്നു. അസൂയോ? എന്തിന്? മുതിർന്നപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് അവർ നേടിയിരിക്കും. കുട്ടിക്കാലത്ത് അമ്മയും അമ്മായിയും തിരുവാതിര കുളിക്കുമ്പോൾ മേൽക്കരയിൽ തീ കാഞ്ഞിരുന്ന ഓർമ്മയുണ്ട്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. ആ, അത് മതി. പിന്നെ ഭാഗ്യ, ആരാ പറഞ്ഞത്? ആരെങ്കിലും ആവട്ടെ, ഭാഗ്യ പൊയ്ക്കുള്ളൂ.